Hello, good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, ma'am. Okay. വാഹിദ മിസ്സിന് വരാൻ പറ്റില്ല. മിസ്സിന്റെ കുട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അതുകൊണ്ട് മിസ്സിന് വരാൻ പറ്റാത്തതുകൊണ്ട് മിസ്സിന്റെ അവറ് ഞാൻ തന്നെ എടുക്കാണ് കേട്ടോ. നമ്മളുടെ ടോപ്പിക്ക് തീർന്നു പോകട്ടെ. ഓക്കെ, ഒരു അവറല്ലേ ഉള്ളൂ, അത്രയും എനിക്ക് എടുക്കാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ജോബ് ഡിസൈൻ അല്ലെ, അതിന്റെ ജോബ് അനാലിസിസ്, അതിന്റെ എന്താ പറയാ പ്രോസസ്സുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അല്ലെ. പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ്, അതിന്റെ ഒരു ഫ്ലോ ചാർട്ട്, അതായത് എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റീവ് ആണ്, എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള അനാലിസിസ് ആണ്. അപ്പൊ ആ ജോബിന്റെ അനാലിസിസിൽ വരുന്ന സ്റ്റെപ്പുകളാണ്, ആ പ്രോസസ്സുകളാണ് ഫ്ലോ ചാർട്ട് ആയിട്ട് നമുക്ക് കാണിച്ചിരിക്കുന്നത്. ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ്. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ പ്രിപ്പയറിംഗ് ഫോർ ദ ജോബ് അനാലിസിസ്, ജോബ് അനാലിസിസിന് വേണ്ടി പ്രിപ്പയർഡ് ആവുക. പിന്നെ അതിനുശേഷം നമ്മൾ അത് പെർഫോം ചെയ്യുക, ജോബ് അനാലിസിസ് പെർഫോം ചെയ്യുക. പിന്നെ നമ്മുടെ ജോബ് സ്പെസിഫിക്കേഷൻസും ജോബ് ഡിസ്ക്രിപ്ഷൻസും ഡിസൈൻ ചെയ്യുക, അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ഈ 4 സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ഈ 4 ഫ്ലോ ചാർട്ട് ആയിട്ട് വരുമ്പോൾ 4 5 രീതിയിലാണ്, അല്ലെങ്കിൽ 5 പ്രോസസ്സുകളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് ജോബ് അനാലിസിസിൽ. അപ്പൊ ആ ജോബ് അനാലിസിസിന്റെ ഒരു ഫ്ലോ ചാർട്ട്, അതിന്റെ എക്സ്പ്ലനേഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. ഇനി അപ്പൊ നമ്മൾ ഈ ഒരു എക്സ്പ്ലനേഷൻസിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ ചാർട്ടിൽ വന്ന 2 കാര്യങ്ങളായിരുന്നു ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2? എന്താണ് ഇത് രണ്ടും? എന്താണ് ഇപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ജോബ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ജോബ് അനലൈസ് ചെയ്യണം എന്ന് ഇവിടെ പറയട്ടെ. 2-3 പ്രാവശ്യം ഇപ്പൊ എടുത്ത് പറഞ്ഞു, എവിടെയെങ്കിലും നമ്മൾ കേട്ടു. ആ ഡിസൈനിങ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ, അതായത് ജോബ് ഡിസ്ക്രിപ്ഷൻ അതുപോലെ ജോബ് സ്പെസിഫിക്കേഷൻ ഡിസൈൻ ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അത് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു. എന്താണ് ഇത് രണ്ടും? എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? എന്താണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്? ഇതിനകത്ത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡ്സ്, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ദാറ്റ് പർട്ടിക്കുലർ ജോബ് ഡ്യൂട്ടി, ആ ജോലിയുടെ പ്രധാനപ്പെട്ട കടമകൾ, റെസ്പോൺസിബിലിറ്റീസ്, അതിന്റെ ഉത്തരവാദിത്തങ്ങൾ, പിന്നെ അതിന്റെ വർക്കിംഗ് കണ്ടീഷൻസ്, ആ ഉത്തരവാദിത്തങ്ങളും ആ കടമകളും നിർവഹിക്കാൻ നമ്മൾക്ക് ചുറ്റും നമുക്ക് ഉള്ള വർക്കിംഗ് സാഹചര്യം ഏത് രീതിയിലാണ്, ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, കണ്ടീഷൻസ് ആണോ, ആ ഒരു കൊടുത്തിരിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച്, കണ്ടീഷൻസ് അനുസരിച്ച് എംപ്ലോയീസിന് വർക്ക് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. മനസ്സിലായി? നമ്മൾ ചെയ്യേണ്ട ജോലി, ആ ജോലിയിൽ നമ്മുടെ കടമകള്, റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങള്, നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻസ്, ഇതെല്ലാം ഡിസ്ക്രൈബ് ചെയ്യാം.
മനസ്സിലായി? ഇപ്പൊ ഒരു ടീച്ചറിന്റെ ജോലി, ആ ടീച്ചറിന്റെ ജോലി അതിന് എനിക്കുള്ള ഡ്യൂട്ടി എന്താണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇന്ന സബ്ജക്ട് പഠിപ്പിക്കണോ, ഇന്നത് ചെയ്യണോ എന്നുള്ളത്. പിന്നെ എന്റെ ഉത്തരവാദിത്തം, ആ ടീച്ചർ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു പുസ്തകം പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഉത്തരവാദിത്തങ്ങൾ വേറെയും ഉണ്ട്. അതെന്താണ് അത് പറയുക. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ആ ഒരു ജോലി ചെയ്യാനുള്ള എന്റെ സാഹചര്യങ്ങൾ, അവസ്ഥകൾ, വ്യവസ്ഥകൾ, എന്തൊക്കെ കണ്ടീഷൻസ് ആണ് എന്റെ ആ ജോബിനോട് എനിക്ക് അവർ അറ്റാച്ച് ചെയ്ത് ഓർഗനൈസേഷൻ തരുന്നത്. ഒരു വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ട്, ചില വ്യവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ. അപ്പൊ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുണ്ടെങ്കിൽ, ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് അതർ ദാൻ ദാറ്റ്. അതിനേക്കാൾ ഉപരി മറ്റെന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്? എന്താണ്? അതായത് സ്കിൽ, ആ ഒരു ജോലിക്ക് വേണ്ട സ്കില്ല്, കഴിവ്, എഡ്യൂക്കേഷൻ, അതിനുവേണ്ട അറിവ്, വിദ്യാഭ്യാസം, ബാക്ക്ഗ്രൗണ്ട്, പിന്നെ എന്താ പറയാ നമ്മുടെ ക്വാളിഫിക്കേഷൻ, ട്രെയിനിങ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ, പിന്നെ മറ്റ് സ്കില്ല് ടു പെർഫോം ദാറ്റ് സ്പെസിഫിക് ജോബ്, ആ ഒരു ജോലിക്ക് വേണ്ട മറ്റ് കഴിവുകൾ. അങ്ങനെയുള്ള ചില എക്സ്ട്രാ, അത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വരേണ്ടതാണ് അല്ലെ. നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻസ്, അതുപോലെ നമ്മുടെ ജോബ് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് പോലെയല്ല. അതിനേക്കാളും ഉപരി കുറെ എബിലിറ്റീസ്, കുറെ സ്കിൽസ്, ഇതൊക്കെയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമുക്ക് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ്, ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് എന്തെന്ന് വിളിക്കുക, ആ ഒരു ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ജോബ് അനലൈസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളാണ് അവരവിടെ ചെയ്യണേന്ന് ഓർക്കുക. ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് എന്താ ചെയ്യുന്നത്? അതായത് ഒരു ജോലി, അതിന്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, വർക്കിംഗ് കണ്ടീഷൻസ് ഷുഡ് ബി ഇൻഡിമേറ്റഡ് ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് ജോബ് ഡിസ്ക്രിപ്ഷൻ ആകുമ്പോൾ, ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ ജോലി പെർഫോം ചെയ്യാൻ വേണ്ട സ്കില്ല്, എബിലിറ്റി, നോളജ്, ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് ഓൾസോ എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെ. നമുക്ക് അത് മറ്റുള്ളവരുമായിട്ടൊക്കെ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പല ജോലികളും ചെയ്യേണ്ടതുണ്ടാകും. അതെല്ലാം കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഏത് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഉൾക്കൊള്ളുന്നത്, എന്താണ് ജോബ് സ്പെസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? എന്താണ് ആ ഒരു 5.5 നമ്മളുടെ ഫ്ലോ ചാർട്ട് കഴിഞ്ഞിട്ട്, നമ്മുടെ ജോബ് അനാലിസിസിന്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് 5 പോയിന്റ് കഴിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞ് പാരഗ്രാഫ് ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി അവരൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? ഈ ഒരു പാരഗ്രാഫ് മനസ്സിലായോ? നോക്കിയേ, മനസ്സിലായെങ്കിൽ ആ 2 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഏതൊക്കെയാ? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ പെടുന്നുണ്ട്? ജോബ് ഡ്യൂട്ടീസ്, ലെവൽ ഓഫ് റെസ്പോൺസിബിലിറ്റി, വർക്കിംഗ് കണ്ടീഷൻസ്. പിന്നെ അതിനുശേഷം ജോബ് സ്പെസിഫിക്കേഷൻ എന്താണെന്ന് പറയുന്നത്? സ്കില്ല്, എഡ്യൂക്കേഷൻ, ബാക്ക്ഗ്രൗണ്ട്, ക്വാളിഫിക്കേഷൻ, ട്രെയിനിങ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓൾസോ സ്കിൽ റിക്വയർഡ് ടു പെർഫോം ദാറ്റ് ജോബ്. ക്ലിയർ ആയി? അതിൽ ആ 2 സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമുക്ക് ഒറ്റ നോട്ടത്തില് മനസ്സിലാകാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താ പറയാ, ഇങ്ങനെ വാരി വലിച്ചിട്ട് ഇങ്ങനെ കുറെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇതൊക്കെ വാരി വലിച്ച് എഴുതി വെച്ചേക്കുന്നത് നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയില്ല. പക്ഷെ നമ്മുടെ എക്സാംസ് ഒക്കെ ഒബ്ജക്റ്റീവ് ടൈപ്സ് ആണ്. അപ്പൊ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള ഫ്ലോ ചാർട്ടുകൾ, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻസ് അല്ലെ, അതൊക്കെ കുറെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ജോബ് അനാലിസിസ്, അതിന്റെ അകത്ത് വരുന്ന പ്രോസസ്സുകളൊക്കെ അവർ തരം തിരിച്ച് ഒരു എന്താ പറയുക, ഒരു ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. ജോബ് അനാലിസിസ്, അതിനകത്ത് വരുന്ന 2 കാര്യങ്ങളാണ്. ഏതൊക്കെ? ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും. മനസ്സിലായല്ലോ? അതായത് ജോബ് അനാലിസിസിന്റെ ഒരു റിസൾട്ട്, ഒരു ഔട്ട്കം അല്ലെ, ജോബ് അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന 2 കാര്യങ്ങളാണ്. ഇതൊക്കെ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും. അതിങ്ങനെ നമുക്ക് ആരോ മാർക്കറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഇനി ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെ വരുന്നു? ജോബിന്റെ ടൈറ്റിൽ എന്താണ്? ഇന്ന ജോലി ടീച്ചർ, അല്ലെങ്കിൽ എന്താ പറയാ ബാങ്കിൽ ജോലിയാണെങ്കിൽ ക്ലർക്ക്, ഇങ്ങനെ അങ്ങനെ ഓരോ ജോലി അല്ലെ. ഏത് ഓർഗനൈസേഷനിലാണ്, ഏത് ബിസിനസ് സ്ഥാപനമായാലും ആ നമുക്ക് തരുന്ന ജോലിക്ക് ഒരു ടൈറ്റിൽ ഉണ്ട് അല്ലെ. ക്ലർക്ക്, കാഷ്യർ, മാനേജർ, ഓക്കെ, അങ്ങനെ ടീച്ചർ, അല്ലെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫില് വേറെ ഏതെങ്കിലും ടെക്നിക്കൽ, അങ്ങനെയൊക്കെയുള്ള ഓരോ വിഭാഗമുണ്ട്. ആ ഒരു ടൈറ്റില്. പിന്നെ ജോബിന്റെ ലൊക്കേഷൻ എവിടെയാണ്, ജോബ് സമ്മറി, ആ ജോബിനെ കുറിച്ചുള്ള വിവരണങ്ങൾ, എന്ത് ജോലി, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യണം. പിന്നെ റിപ്പോർട്ട്സ്, ആ ജോലിയെ സംബന്ധിക്കുന്ന പല റിപ്പോർട്ടുകൾ, റിപ്പോർട്ടിംഗ് ടു എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട്സ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ. പിന്നെ അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസ്, എന്തൊക്കെ സാഹചര്യങ്ങൾ,
വ്യവസ്ഥകൾ ആ ജോബുമായിട്ടുണ്ട്, അതെല്ലാം ഇതിനകത്ത് വരും. പിന്നെ ജോബിന്റെ ഡ്യൂട്ടീസ്, പിന്നെ നമ്മളുടെ മെഷീൻസ് ടു ബി യൂസ്ഡ്, ആ ഒരു ജോലിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കൈകാര്യം ചെയ്യുന്ന എന്തെങ്കിലും മെഷീൻസ്, യന്ത്രങ്ങളോ എക്യുപ്മെന്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത്, പിന്നെ ആ ജോലിയിൽ നമുക്കുണ്ടാകാവുന്ന ഹസാർഡ്സ്, എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരാവുന്ന, എല്ലാ ജോലിക്കും അങ്ങനത്തെ അപകട സാധ്യതയുള്ള ജോലികളല്ല, പക്ഷെ ചില ജോലികൾക്ക് അതിൻ്റെതായ റിസ്കുകൾ, ഹസാർഡ്സ് അല്ലെ, അപകട സാധ്യതകളൊക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ ഏതിൽ വരും? ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇതെല്ലാം ഉൾപ്പെടുത്തുമ്പോഴാണ് ആ ജോലിയെ കുറിച്ച് ശരിയായ ഒരു വിവരണമാകുക. അതാണ് ശരി, ജോലിയെ കുറിച്ചുള്ള വിവരണം. ദാറ്റ് ഈസ് കോൾഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. മനസ്സിലായോ? ആ വിവരണത്തിൽ എന്തൊക്കെ പെടും? ജോബിന്റെ ടൈറ്റില്, ജോബിന്റെ ലൊക്കേഷൻ, ജോബിനെ കുറിച്ചുള്ള ഒരു സമ്മറി, പിന്നെ അതിന്റെ റിപ്പോർട്ട്സ്, പിന്നെ അപ്പൊ ഇന്ന ജോലി ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചെയ്തേക്കണം, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾസോ അങ്ങനെയുള്ള റിപ്പോർട്ട്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ആ ജോലിയുടെ കണ്ടീഷൻസ്, വർക്കിംഗ് കണ്ടീഷൻസ്, ജോബ് ഡ്യൂട്ടീസ്, മെഷീൻസ് ടു ബി യൂസ്ഡ്, പിന്നെ അതിനകത്തുള്ള റിസ്ക് ഓർ ഹസാർഡ്സ്. ക്ലിയർ ആയോ? ജോബ് അനാലിസിസിന്റെ രണ്ട് ശാഖകളാണ് ജോബ് ഡിസ്ക്രിപ്ഷൻസും ജോബ് സ്പെസിഫിക്കേഷൻസും. അതിൽ ജോബ് ഡിസ്ക്രിപ്ഷൻസിൽ ആ ജോബിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ വിവരണങ്ങൾ, ആ വിവരണങ്ങളിൽ പെടുന്ന കാര്യമാണ് ജോബ് ടൈറ്റിൽ, ജോബ് ലൊക്കേഷൻ, ജോബ് സമ്മറി, റിപ്പോർട്ട്സ്, വർക്കിംഗ് കണ്ടീഷൻസ്, ജോബിന്റെ ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ മെഷീൻസ് ടു ബി യൂസ്ഡ്, പിന്നെ അതിലൂടെ എന്തെങ്കിലും അപകട സാധ്യതകളുള്ള കാര്യങ്ങളാണെങ്കിൽ അതും വ്യക്തമാക്കണം. ഈ ജോബ് ഡിസ്ക്രൈബ് ഒന്നും ചെയ്യാതെ ഒരു ആളെ ജോലിക്ക് എടുത്തു, ആള് എന്ത് ചെയ്യുന്നില്ല, അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസ് എന്താണെന്ന് ഇവർ പറയുന്നില്ല, ഓർഗനൈസേഷൻ പറയുന്നില്ല, ഇത്തരം റിസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ടും ആ ഒരു റിസ്ക് ഉണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ഇന്റിമേറ്റ് ചെയ്തിട്ടും ഇഫ് ദേ ആർ വില്ലിംഗ് ടു ഡു ദ വർക്ക്, ആ ജോലി ചെയ്യാൻ അവർ താല്പര്യത്തോടെ വന്നിട്ടുണ്ട്, ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിലും ഇറ്റ്സ് ഓൾ ബെസ്റ്റഡ് അപ്പോൺ ദം. അത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി അവരുമായിട്ട് ബന്ധപ്പെട്ടതാ അല്ലെ? കാരണം നമ്മൾ ഇതൊക്കെ പറഞ്ഞു, ഇതൊക്കെ അറിയിച്ചു, ഇന്ന റിസ്ക് ഈ ഒരു ജോലിക്ക് ഉണ്ട്, ആ റിസ്കുകൾ കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, എന്താണ് ആ ജോലി എന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതല്ലാതെ റിസ്കുകളൊന്നും പറയുന്നില്ല, അതിന്റെ ബെനിഫിറ്റുകൾ മാത്രം പറയുന്നു. എന്റെ ഇതുകൊണ്ട് നിങ്ങൾ ഈ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന നേട്ടമുണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ തരും, ഇങ്ങനെ തരുന്നൊക്കെ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നു ഓർഗനൈസേഷൻ. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകൾ, റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഓൾസോ ബി ഇന്റിമേറ്റഡ് ടു ദ കാൻഡിഡേറ്റ്സ്. അത് ജോലിക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അതും അവരോട് പറഞ്ഞിരിക്കണം. ആരോട്? എംപ്ലോയീസിനോട്, അല്ലെങ്കിൽ ജോലിക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് പറഞ്ഞിരിക്കണം. അതെല്ലാം ചെയ്യുന്നതാണ് നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ജോബ് സ്പെസിഫിക്കേഷൻ ഈസ് സംവാട്ട് ഡിഫറെന്റ് ഫ്രം ദാറ്റ്. ജോബ് ഡിസ്ക്രിപ്ഷനിൽ നിന്നും ഒത്തിരി വ്യത്യാസമുള്ള ഒരു കാര്യമാണ് ജോബ് സ്പെസിഫിക്കേഷൻ. അതിനകത്ത് എന്തൊക്കെ വരും? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം അവർ രണ്ട് ആരോ മാർക്കിട്ട് ചാർട്ട് പോലെ കാണിച്ചിരുന്നു. നമ്മൾ ഈ ചാർട്ട് ആയിരിക്കും നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? ചാർട്ട്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ കുറച്ചും കൂടി എളുപ്പം നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്, ഇങ്ങനെ വലിച്ചു വരി എഴുതിയിരിക്കുന്നത് വായിക്കുന്നതിനേക്കാളും. അപ്പൊ അതിനകത്ത് ജോബ് സ്പെസിഫിക്കേഷൻസിൽ ഇൻക്ലൂഡ്സ് ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ട്രെയിനിങ്, സ്കിൽ, റെസ്പോൺസിബിലിറ്റീസ്, ഇമോഷണൽ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ചിലപ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങൾ ഒക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇമോഷണൽ ആകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ അതിനകത്ത് വരും. പിന്നെ അതുപോലെ തന്നെ സെൻസറി ഡിമാൻഡ്സ്, എന്തെങ്കിലും തരത്തിലുള്ള ഡിമാൻഡുകൾ, നമ്മൾ ഇന്ന ഡിമാൻഡ് ഒന്നും നമ്മൾ അനുവദിക്കുന്നതല്ല. ഇപ്പൊ ചിലപ്പോൾ എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും നമ്മൾ സെൻസർ ചെയ്തിരിക്കുന്ന ഡിമാൻഡുകൾ, ഇത് ഇന്ന കാര്യം, ഇന്നൊരു ആവശ്യം ഞങ്ങളുടെ ഓർഗനൈസേഷൻ അനുവദിക്കുന്നതല്ല, അങ്ങനെ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അതിനെയാണ് അത് എല്ലാം ഉൾപ്പെടുന്നതാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജോബ് അനാലിസിസിന്റെ രണ്ട് റിസൾട്ട്, ജോബ് അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ട് റിസൾട്ടുകളാണ്, ഔട്ട്കംസ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും. ക്ലിയർ ആണോ? ഈ ഒരു ടേബിൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരുന്നാൽ മതി. ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഡയഗ്രാം പോലെ വരച്ചിട്ട് ജോബ് അനാലിസിസ് അത് രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് തിരിഞ്ഞു. ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ, ഓരോന്നിലും വല്ലത് എന്താന്ന് കിട്ടും. ഓക്കെ, യെസ്. ഇനി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ്? എന്തിനാണ് നമ്മൾ ഇങ്ങനെ ജോബ് അനലൈസ് ചെയ്യുന്നത്? ജോബ് അനാലിസിസ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് തിങ് ഇൻ റിക്രൂട്ട്മെന്റ് ആൻഡ് ഓൾസോ സെലക്ഷൻ. ഈ ജോബ് അനലൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താൻ, അതുപോലെ തന്നെ ഓരോ പുതിയ പുതിയ ആളുകളെ വേക്കൻസി വരുമ്പോൾ സെലക്ട് ചെയ്തെടുക്കാൻ, അതുപോലെ തന്നെ ജോബ് ഇവാലുവേഷന്, ഇവർ ചെയ്യുന്ന ജോലി എങ്ങനെയുണ്ട്, എത്ര നല്ല രീതിയിലാണോ, അതൊക്കെ ഒന്ന് അസസ് ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ജോലിയെ കുറിച്ചുള്ള ഡിസൈനിങ്, ആ ജോബിന്റെ ഡിസൈൻ തയ്യാറാക്കാൻ, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ,
ഓരോരുത്തർക്കും ഇന്ന ജോലി ചെയ്യുന്ന ആൾക്ക് ഇത്രയാണ് അവരുടെ സാലറി അല്ലെങ്കിൽ വേജസ്. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട ബെനിഫിറ്റ് പാക്കേജസ്, അവർക്ക് എന്തൊക്കെ ഈ സാലറി കൂടാതെ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടോ, കൊടുക്കുന്നുണ്ടോ ബെനിഫിറ്റുകൾ, TA ഉണ്ടോ അങ്ങനെയുള്ള, പിന്നെ ബോണസ് ഉണ്ടോ, അതുപോലെ PF ഉണ്ടോ, അങ്ങനെയൊക്കെ. പിന്നെ പെർഫോമൻസ് അപ്രൈസൽ, ഓരോരുത്തരും ചെയ്യുന്ന ജോലി അത് വിലയിരുത്തി അവരെ അപ്രൈസൽ നടത്തുക, അവരുടെ പെർഫോമൻസ് വിലയിരുത്തുക. ഓക്കെ, അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ പ്രൊവൈഡിങ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ്സ്, അതായത് നമ്മുടെ ഓർഗനൈസേഷന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുക ആവശ്യത്തിന്. ഓക്കെ, പിന്നെ അവരുടെ വർത്ത്, ആ ഒരു ജോലിയിൽ ആ ഒരാളുടെ മൂല്യം എത്രത്തോളം ഉണ്ട്. ഇപ്പൊ ഈ ജോലിയിൽ എനിക്ക് എത്രത്തോളം വാല്യൂ ഉണ്ട്, അല്ലെ? ഞാനിപ്പോ മാറിയാൽ എന്താണ് സംഭവിക്കുക? മറ്റേതെങ്കിലും ആളുകൾ സ്റ്റാഫ് ആ ഒരു ജോലിയിൽ മാറിയാൽ വാട്ട് വിൽ ഹാപ്പൻ? എത്രത്തോളം വാല്യൂബിൾ ആയിരുന്നു ആ ഒരു എംപ്ലോയി, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ? കാൻഡിഡേറ്റ് എത്രത്തോളം അത് നമ്മുടെ ജോലിക്ക് ആപ്റ്റ് ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ടു ഇൻക്രീസ് ദ പേഴ്സണൽ, തൊഴിൽ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. ഇതിനെല്ലാം വേണ്ടി ജോബ് അനാലിസിസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് തിങ്. ഈ ഒരുപാട് കാര്യങ്ങളുണ്ട് ജോബ് അനലൈസ് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞതല്ലാതെ തന്നെ. അപ്പൊ ജോബ് അനാലിസിസിന് ഒരു ഇമ്പോർട്ടന്റ് റോൾ തന്നെയുണ്ട്. എന്തിലൊക്കെ? റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ജോബ് ഇവാലുവേഷൻ, ജോബ് ഡിസൈനിങ്, കോമ്പൻസേഷൻ, ബെനിഫിറ്റ് പാക്കേജസ്, പെർഫോമൻസ് അപ്രൈസൽ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അസസിംഗ് ദ വർത്ത് ഇൻ ദ ജോബ്, ആ ജോലിയിലുള്ള അതിന്റെ ഒരു മൂല്യം, അതുപോലെ തന്നെ ഇൻക്രീസിംഗ് പേഴ്സണൽ ആസ് വെൽ ആസ് ഓർഗനൈസേഷണൽ പ്രൊഡക്ടിവിറ്റി, അതായത് തൊഴിൽപരമായിട്ടുള്ളതും ഓർഗനൈസേഷൻ സംബന്ധമായിട്ടുള്ളതുമായ കാര്യക്ഷമത, പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. ഇതിനെല്ലാം എന്ത് വേണം? ജോബ് അനലൈസ് ചെയ്തേ മതിയാകൂ. വീണ്ടും ആ ഒരു ജോബ് അനാലിസിസിന്റെ പർപ്പസ് വീണ്ടും നമുക്കൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആയിട്ട് കുറച്ചും കൂടി പ്ലീസിംഗ് ആയിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നോക്കാം, നമ്മൾ നേരത്തെ ജോബ് അനാലിസിസിന്റെ ആ ഒരു ചാർട്ട് പറഞ്ഞതുപോലെ തന്നെ, അത് ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും പറഞ്ഞതുപോലെ തന്നെ പർപ്പസ് ഓഫ് ജോബ് അനാലിസിസും നമുക്കൊരു സൈക്ലിക് ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സർക്കിൾ, ഒരു ഓവൽ ഷേപ്പിൽ പർപ്പസ് ഓഫ് ജോബ് അനാലിസിസിനും അതിനാൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കുറെ കാര്യങ്ങൾ ഇങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കാണാം എന്തൊക്കെയാണ് പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ്. 5 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പെർഫോമൻസ് അനാലിസിസ്, ഇവാലുവേഷൻ ആൻഡ് അപ്രൈസൽ, അതായത് എംപ്ലോയീസിന്റെ പെർഫോമൻസ് നോക്കുക, വിലയിരുത്തുക, അവരെ അപ്രൈസ് ചെയ്യുക. അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല നല്ല ജോലികൾ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട അപ്രീസിയേഷൻസ് കൊടുക്കുക, അല്ലെ? മോശമായി ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്, അത് കറക്റ്റ് ചെയ്യുക, അതിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക. പല ജോലിക്കാരെല്ലാവരും ഒരുപോലെ ജോലി ചെയ്യുന്നവരല്ല. ഒരുപോലെ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ചില ആളുകൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്നില്ല. മേ ബി സം റീസൺസ് ഫോർ ദാറ്റ്. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോൾ അവർക്ക് പ്രോപ്പർ ആയിട്ട് അതിനെ കുറിച്ച് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അതാണ് പെർഫോമൻസ് വിലയിരുത്തി അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണമെങ്കിൽ അതാണ് പെർഫോമൻസ് അനാലിസിസ് അല്ലെങ്കിൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ അപ്രൈസൽ എന്ന് പറയുന്നത്. പിന്നെന്താ? കോമ്പൻസേഷൻ മാനേജ്മെന്റ്, ഓരോ എംപ്ലോയീസിനും എത്ര രൂപയ്ക്ക് സാലറീസ് കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട ഭരണകാര്യങ്ങൾ എന്ന് വെച്ചാൽ കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് കാര്യങ്ങളാണ് അതിനകത്ത് വരിക. പിന്നെന്താണ്? ജോബ് ഡിസൈനിങ്, പിന്നെ റീഡിസൈനിങ്, ജോബ് എൻറിച്ച്മെന്റ്, എൻലാർജ്മെന്റ്, അതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ? ജോബിനെ കുറിച്ച് ഡിസൈൻ ചെയ്യുക, അതുപോലെ തന്നെ വീണ്ടും ഡിസൈൻ ചെയ്തതിനു ശേഷം വീണ്ടും എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ റീഡിസൈൻ ചെയ്യുക. ജോബ് എൻറിച്ച്മെന്റ്, കുറെ എക്സ്പാൻഡ് ചെയ്യുക, നമ്മുടെ ഡ്യൂട്ടീസ് ഒക്കെ കുറച്ച് കൂട്ടി കൊടുക്കുക. അതുപോലെ എൻലാർജ്മെന്റ്, എന്താണ് എൻലാർജ്മെന്റ്? അതുപോലെ തന്നെയാണ് കുറെ എന്താ പറയാ വർക്ക് ഫ്ലോനെ മറ്റൊന്നും ബാധിക്കാതെ ഉള്ള ജോലിയിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ജോലികളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അല്ലെ? അതൊക്കെ ഇതെല്ലാം നമ്മുടെ ജോബ് അനാലിസിസിന്റെ ലക്ഷ്യങ്ങളിൽ വരുന്നത്, പർപ്പസ്, ഉദ്ദേശം കൊണ്ടാണ്. ഓക്കെ, ഇനി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക, അതും നമ്മുടെ പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ്. നേരത്തെ പറഞ്ഞ സാധനം തന്നെ ഇങ്ങനെ ഒരു ഇതിലായിട്ട് കൊടുത്തു. പിന്നെ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, അതിനകത്ത് റൈറ്റ് ഫിറ്റ് ബിറ്റ്വീൻ ദ ജോബ് ആൻഡ് കാൻഡിഡേറ്റ്. അതായത് നമുക്ക് ഇവിടെ എന്താ ജോലി, ആ ജോലി അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആള് കാൻഡിഡേറ്റ് ആരാണ്, അത് ബെസ്റ്റ് ഫിറ്റ് ആയവരെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, ആ ജോലി കൊടുക്കുക. അല്ലാണ്ട് ആരെങ്കിലും ഒക്കെ ഇന്റർവ്യൂ ചെയ്തു, ശരി ആ ഗ്യാപ്പ് ഇവിടെ ഒരാൾ ഫില്ല് ചെയ്തിട്ട്, അങ്ങനെയല്ല. ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ആളെ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അതിന് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ക്യാൻ ബി യൂസ്ഡ്. എന്ത് ചെയ്യാം? റിക്രൂട്ട്മെന്റ് സെലക്ഷനും നടത്തി അവരെന്ത് ചെയ്യണം? ആ ബെസ്റ്റ് ഫിറ്റ് ആയ ആളെ നമ്മൾ അവർ എംപ്ലോയി ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ആണ് ക്ലിയർ ആയോ? പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പർപ്പസുകളാണ് ഈ ചുറ്റും ഈ കൊടുത്തിരിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ പറഞ്ഞ ഫ്ലോ ചാർട്ടും
ആദ്യം പറഞ്ഞ ഫ്ലോ ചാർട്ട് ജോബ് അനാലിസിസിന്റെ പ്രോസസ്സ് അത് ഇമ്പോർട്ടന്റ് ആണ്. ജോബ് അനാലിസിസിന്റെ അകത്ത് വരുന്ന രണ്ട് ഔട്ട്കം, രണ്ട് റിസൾട്ട് ആണ് ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും. അതിനകത്ത് വരുന്ന കാര്യങ്ങളും സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അഗൈൻ ജോബ് അനാലിസിസിന്റെ പർപ്പസ് ആ ഒരു ചാർട്ടും നിങ്ങൾ ഓർത്തിരിക്കാം. ചാർട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. ഇനി വീണ്ടും ഈ ചാർട്ട് തന്നെയാണ് നമുക്ക് വീണ്ടും എന്ത് ചെയ്യുന്നത്, കുറച്ചുകൂടി എക്സ്പ്ലെയിൻഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ 5 കാര്യങ്ങളാണ് ജോബ് അനാലിസിസിന്റെ അകത്ത് അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ പർപ്പസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 5 ആയിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആണ്. എന്താണ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ? ടു സെലക്ട് വാട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ ഈസ് റിക്വയർഡ് ടു പെർഫോം എ ഗിവൺ ടാസ്ക്. കൊടുത്തിരിക്കുന്ന ഒരു ജോലി ഒരു പർട്ടിക്കുലർ ജോലി, ആ ആള് എന്താ പറയാ അത് ചെയ്യാൻ എങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക. അതാണ് ജോബ് അനാലിസിസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കും ആൾക്കാരുടെ, അല്ലെ? എന്ത് പഠിച്ചു, നമ്മളുടെ ഈ ജോലിക്ക് ആളുടെ ക്വാളിഫിക്കേഷൻ മതിയോ, ആൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ടെക്നിക്കലായിട്ടും ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടും പേഴ്സണൽ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്കില്ലുകൾ എന്തൊക്കെയാണ്. ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ ചില മെഷീൻസ് ഒക്കെ അതൊക്കെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അതിന്റെ അറിവുണ്ടോ. അതുപോലെ ഫിസിക്കൽ ആയിട്ടുള്ള എന്തൊക്കെ കഴിവ്, ആൾക്കുള്ള ഭൗതികമായിട്ടുള്ള കഴിവുകൾ, ഇമോഷണൽ ആയിട്ടുള്ള കഴിവുകൾ, പിന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ. എന്തിനാ? ടു ക്യാരി ഔട്ട് ദാറ്റ് പർട്ടിക്കുലർ ജോബ്. നമ്മൾ കൊടുക്കുന്ന ജോലി പെർഫോം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള കഴിവുകൾ, അതുപോലെ എക്സ്പീരിയൻസ്, അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇതെല്ലാം എന്തിലുണ്ട്? ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷനിൽ ഉണ്ട്. ദാറ്റ് മീൻസ് ടു പുട്ട് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. കൃത്യമായ സ്ഥലത്ത് കൃത്യമായ ആളെ കൊണ്ടുപോയി അങ്ങോട്ട് വേക്കൻസി ഫില്ല് ചെയ്യുക. കൃത്യസമയത്തും ഒരു വേക്കൻസി വന്നു, ആ വേക്കൻസി വന്നിട്ട് ഒരു മാസം 2 മാസം ഒക്കെ കഴിഞ്ഞിട്ടല്ല ആ വേക്കൻസി ഫില്ല് ചെയ്യേണ്ടത്. കൃത്യസമയത്ത് അത് ഫില്ല് ചെയ്യണം വിത്ത് റൈറ്റ് പേഴ്സൺ. ശരിയായ ആളെ, നമ്മൾ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അങ്ങനെ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒരാളെ ജോലിക്ക് എടുക്കുമ്പോൾ അതൊക്കെ നോക്കി കൃത്യമായ ആളെ സെലക്ട് ചെയ്ത് എന്ത് ചെയ്യുക, ആൾക്ക് ജോലി കൊടുക്കുക. അതിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് വിളിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? ആ പോയിന്റ് മനസ്സിലായോ? റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. Recruitment and selection. Job analysis helps in determining what type of person is required to perform a particular job. എങ്ങനെയുള്ള ആളുകൾ വേണം ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാനായിട്ട് വേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് ആൾ വേണം എന്നുള്ളത് തീരുമാനിക്കുക. അതാണ് ജോബ് അനാലിസിസ് സഹായിക്കുന്നത്. അതിന് ആളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ട്രെയിനിങ്, എക്സ്പീരിയൻസ്, ടെക്നിക്കൽ, ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് പേഴ്സണൽ സ്കില്ല്, ആ ഒരു ജോബ് പെർഫോം ചെയ്യാൻ എന്തൊക്കെ വേണം എന്നുള്ളത്. ഓക്കെ. ഇനി അതുപോലെ തന്നെ അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നതിനാ ടു പുട്ട് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പ്ലേസ്. നല്ല ശരിയായ ആളിനെ ശരിയായ സ്ഥലത്ത് ഫില്ല് ചെയ്യുക. ക്ലിയർ ആണോ? മനസ്സിലായോ? എനി ഡൗട്ട്? ആ ഒരു പാരഗ്രാഫിൽ പെട്ടെന്ന് പറയണം. ക്ലിയർ ആയില്ലെങ്കിലും പറയണം, ക്ലിയർ ആയാലും വേഗം എന്ന് പറയാം. ഓക്കെ, യെസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇല്ലേ, ഞാൻ പറയുന്ന സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാമോ? ഇറ്റ് പോയിന്റ്സ് ഔട്ട് എന്ന് പറഞ്ഞിട്ടാണ് സെന്റൻസ് തുടങ്ങുന്നത്. പക്ഷെ ആ ഇറ്റ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വരുമ്പോ ഇറ്റ് പോയിന്റ്സ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ഇറ്റാണ്, ഏതിനെ കുറിച്ചാണ് പറയണത് നമുക്ക് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ പോയിന്റ്സ് ഔട്ട്. റിക്രൂട്ട്മെന്റ് സെലക്ഷനും എന്ത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടാ ചെയ്യുന്നത്? എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ലെവൽ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ സാധനം കേട്ടാ അത്. അപ്പൊ ഇതിന് പകരം റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറഞ്ഞ് ചേർത്ത് നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ പഠിക്കണം ആ സെന്റൻസും. ദ ഒബ്ജക്റ്റീവ് ഈസ് ടു പുട്ട്, അതിന്റെ ലക്ഷ്യം ഏതിന്റെ? റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ തന്നെ, അവിടെയും അത് തന്നെ ചേർത്ത് വായിക്കണം. ദ ഒബ്ജക്റ്റീവ് ഓഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഈസ് ടു പുട്ട് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് പ്ലേസ്. ക്ലിയർ ആയോ? ടെസ്റ്റിനകത്ത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഓക്കെ, അതിനകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വന്നേക്കണെന്ന് മനസ്സിലാകും. അതർവൈസ് നിങ്ങൾ അതെങ്ങനെ വായിക്കണ്ടേ, എങ്ങനെയാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത എന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. ഓക്കെ, റിക്രൂട്ട്മെന്റ് സെലക്ഷൻ മനസ്സിലായല്ലോ? യെസ്. നെക്സ്റ്റ് വൺ പെർഫോമൻസ് അനാലിസിസ് ആണ്. അപ്പൊ നമുക്ക് അടുത്തത് എന്താ? ജോബ് അനലൈസ് ചെയ്തു, അതിന്റെ എന്താ പറയാ റൈറ്റ് പേഴ്സൺ ആരാണ് എന്നൊക്കെ നമ്മൾ നോക്കി. എന്ത് തന്നെയായാലും ഇഫ് ആ ഒരു ജോലി ചെയ്യാനായിട്ടുള്ള ഗോൾ, അതെന്ത് ജോലിയാണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തു. ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്താണ് നമ്മുടെ
പെർഫോമൻസിന്റെ സ്റ്റാൻഡേർഡ്. അതായത് നമ്മളിപ്പോ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എത്രത്തോളം ജോലി ചെയ്തു, അത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇത്രയും സ്റ്റാൻഡേർഡ് വരെ, ഈ ഒരു ലെവൽ വരെയാണ് എന്ത് ചെയ്യേണ്ടത്, നീ എന്നിട്ട് ജോലി ചെയ്യേണ്ടത്. ഞാൻ നിന്നിൽ നിന്നും ഇത്ര പെർസെന്റേജ് ഓഫ് റിസൾട്ട് ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ആളെ കുറിച്ചൊരു ക്രൈറ്റീരിയ, അവര് എത്ര പെർഫോം ചെയ്യണം എന്നുള്ളതൊരു കാര്യമുണ്ട്. അത് ഇവാലുവേറ്റ് ചെയ്യുക, ആ ഒരു രീതിയിലേക്ക് അവരെത്തിയോ അല്ലെ, അന്നത്തെ മെഷർ ചെയ്യലാണ്. അതാണ് പെർഫോമൻസ്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ, ഏതെങ്കിലും ബിസിനസ് സ്ഥാപനത്തില് ഒരു എന്തെങ്കിലും പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഒരു പ്രത്യേക ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസേഷൻ. അവിടെ എംപ്ലോയീസിനോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ടാർഗറ്റ് വീക്കിലി 100 യൂണിറ്റ് ആണ്. 100 യൂണിറ്റ് നിങ്ങൾ ഉണ്ടാക്കണം. ഓരോരുത്തരും, ഒരു വ്യക്തി ഉത്പാദിപ്പിക്കേണ്ടത് 100 യൂണിറ്റ്സ് ആണ് ഒരു വീക്കിലാണ് കേട്ടോ. ദാറ്റ് മീൻസ് മൺഡേ ടു സാറ്റർഡേ, ആ ഒരു 7 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ 100 യൂണിറ്റ് ഇങ്ങനെ സാധനം ഉത്പാദിപ്പിക്കണം. എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുന്നത് പറയുന്നത്. ദാറ്റ് ഇസ് ദ സ്റ്റാൻഡേർഡ് ഫിക്സ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഓരോ എംപ്ലോയീസിന്റെയും ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നു, എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു, 100 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്. നിങ്ങൾ ഉത്പാദിപ്പിക്കേണ്ട ഔട്ട്പുട്ട് 100 ആണെന്ന് ഒരു ഓർഗനൈസേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആൻഡ് ആഫ്റ്റർ എ വീക്ക്, ആ ഒരു വീക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാനേജ്മെന്റ് ഓർ ദ ഓർഗനൈസേഷൻ ഹാസ് ടു മേക്ക് സം അസസ്മെന്റ് ഓർ ഇവാലുവേഷൻ. അപ്പൊ എന്ത് ചെയ്യണം, ഒരു ആഴ്ച കഴിയുമ്പോൾ കംപ്ലീറ്റ് ആവുമ്പോൾ ആ ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് അത് ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ ഉദ്ദേശിച്ച ആ സ്റ്റാൻഡേർഡിലേക്ക് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ എത്തിയിട്ടുണ്ടോ, നമ്മൾ പറഞ്ഞ ടാർഗറ്റ്, അവർ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം പറഞ്ഞ ടാർഗറ്റിലേക്ക് എല്ലാവരും എത്തിയോ, അല്ലെങ്കിൽ ആരെങ്കിലും എത്താത്തതുണ്ടോ, ഇതൊക്കെയാണ് പെർഫോമൻസ് മെഷർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ. അപ്പൊ ആ രീതിയിലാണ് അവരെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കി, ഇപ്പൊ നമ്മൾ പെർഫോമൻസ് നോക്കി. അപ്പൊ ഉണ്ട് ഒരു ഇൻഡിവിജ്വൽ, ഒരു എംപ്ലോയി 100 എന്ന് പറഞ്ഞിട്ട് ആള് 80 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് 80 യൂണിറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. ദാറ്റ് മീൻസ് നമ്മളുടെ ടാർഗറ്റ് ആ വീക്കിൽ 100 യൂണിറ്റ്സ് ആയിരുന്നു. ബട്ട് ഹി ഹാസ് ഓൺലി പ്രൊഡ്യൂസ്ഡ് 80 യൂണിറ്റ്സ്. പക്ഷെ 80 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. നോക്കിയേ, അപ്പൊ നമുക്ക് ആളെ ഒന്ന് വിലയിരുത്താൻ പറ്റി അല്ലെ. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ആള് എത്തിയിട്ടില്ല. അതൊക്കെ നമ്മൾ വേറൊരാളെ ഇവാലുവേറ്റ് ചെയ്തു, ആളുടെ പെർഫോമൻസ് നോക്കി. നമ്മൾ 100 പറഞ്ഞത്, ഹി ഹാഡ് പ്രൊഡ്യൂസ്ഡ് 110 യൂണിറ്റ്സ്. നമ്മൾ ഉദ്ദേശിച്ചതിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതിൽ നിന്ന് 110 യൂണിറ്റ് ആള് പ്രൊഡ്യൂസ് ചെയ്തു. നോക്കുക, അവിടെ നമ്മൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ രീതിയിലാണ് അവർ പെർഫോം ചെയ്തത്. പക്ഷേ ഓർഗനൈസേഷന് ഇതെല്ലാം സഫർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുറെ നമ്മൾ തിരുത്തും. ഓർഗനൈസേഷൻ അതിൻ്റെതായ ട്രെയിനിങ് ഒക്കെ കൊടുക്കും. 80 എന്നുള്ള 100ലേക്കെങ്കിലും എത്തണം. കണ്ടോ, ഇതിനെ പോലെ തന്നെയാണ് മറ്റേ ആൾക്ക് കൊടുത്തത്. പക്ഷെ ആള് 110 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് മീൻസ് നിങ്ങൾക്കും അവിടെ എത്താൻ പറ്റും. അപ്പൊ ബിസിനസ്സുകാര്, ഓർഗനൈസേഷൻകാരെ എന്ത് ചെയ്യും, ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ഉള്ള ട്രെയിനിങ്ങും മറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യും. ആവശ്യമില്ലാതെ കുറെ ട്രെയിനിങ് കൊടുത്തു. നോ എനി ചേഞ്ച്, ഒരു മാറ്റവും ആ ഇൻഡിവിജ്വലിന്. ആൾ അത് തന്നെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിനേക്കാൾ താഴെ കുറഞ്ഞു പോകുന്നു എത്ര നമ്മൾ ട്രെയിൻ ചെയ്തിട്ടും. അങ്ങനെയുള്ള എംപ്ലോയീസിനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷന് നഷ്ടമാണ് അല്ലെ. അപ്പൊ അതൊന്നും വരാനായിട്ട് അവർ സമ്മതിക്കില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് പെർഫോമൻസ് ഹാസ് ടു ബി ഇവാലുവേറ്റഡ് ആൻഡ് അസസ്ഡ്. അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നു, ഈ ഓരോ എംപ്ലോയീസിന്റെയും പെർഫോമൻസ് മെഷർ ചെയ്യുന്നു, അസസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയോ? പെർഫോമൻസ് അനാലിസിസ് മനസ്സിലായോ? എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനാണ്. ഓക്കെ, ആൻഡ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഈ ഇറ്റ് ഹെൽപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വീണ്ടും പറയാണ്, പെർഫോമൻസ് അനാലിസിസ് ഹെൽപ്പ് എന്നാക്കണം. ഇറ്റിന് അവിടെ കിടന്നോട്ടെ, പക്ഷെ നമ്മൾ വായിക്കുമ്പോ ആ ഇറ്റ് എന്നുള്ളത് പെർഫോമൻസ് അനാലിസിസ് എന്നുള്ളത് ആണെന്ന് ഓർക്കുക. ഇറ്റ് ഹെൽപ്സ് ഇൻ, അതായത് പെർഫോമൻസ് അനാലിസിസ് ഹെൽപ്സ് ഇൻ ഡിസൈഡിങ് ദ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, ഇവാലുവേഷൻ ക്രൈറ്റീരിയ ആൻഡ് ഇൻഡിവിജ്വൽ ഔട്ട്പുട്ട്. ഇൻഡിവിജ്വലിന്റെ ഔട്ട്പുട്ട് എത്രത്തോളം ഉണ്ടെന്ന് അളക്കാനുള്ള, അളന്ന് തീരുമാനിക്കാനുള്ള ഒരു സഹായിക്കുന്ന ഒന്നാണ് പെർഫോമൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? യെസ്. അടുത്തത് മൂന്നാമത്തെ എന്താ, നമ്മളുടെ പർപ്പസ് ഓഫ് ജോബ് അനാലിസിസില് വീണ്ടും മൂന്നാമത്തെ പോയിന്റ് ആയിരുന്നു ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നമുക്കറിയാം എംപ്ലോയീസ് ആൻഡ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് എംപ്ലോയീസ്, നീഡ് ഓഫ് എംപ്ലോയീസ്. എന്തിനാണ് നമ്മൾ ഇവരെ ട്രെയിൻ ചെയ്യണേ? ഓരോ എംപ്ലോയീസിനെയും അവരുടേതായ രീതിയിൽ അവരുടെ ആവശ്യങ്ങളെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്നും ഒന്നും ഒരേ രീതിയിൽ ജോലി ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഇന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് തന്നു. അപ്പൊ ഞാൻ അതില് ചെയ്യാൻ പെർഫെക്റ്റ് ആണെങ്കിൽ ആ ഒരു രീതിയിലേക്ക് എനിക്ക് മാറാം. അപ്പൊ ഒരു എംപ്ലോയിയുടെ ഡെവലപ്മെന്റ്
അല്ലെ, ആവശ്യങ്ങളുടെ ഡെവലപ്മെന്റ്, വികസനം, അതുകൂടി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയാ എക്സ്പെക്ട് ചെയ്യുന്നതും ആ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ പേഴ്സന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, ആക്ച്വൽ ആയിട്ടുള്ള ഔട്ട്പുട്ടും, അതാണ് ഒരു എംപ്ലോയിക്ക് ട്രെയിനിങ് വേണോ വേണ്ടതെന്ന് ചെയ്യുന്ന കാര്യം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പെർഫോമൻസ് അനലൈസ് ചെയ്തിട്ട് തന്നെയാണ്. ഇപ്പൊ ഞാൻ എന്ത് പ്രവർത്തിച്ചു, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതില് 80 യൂണിറ്റ് ആണ് ഒരു ആള് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 100 ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരുന്നത്, പക്ഷെ 80 എത്തിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ട്രെയിനിങ് കൊടുക്കും. അപ്പൊ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് എങ്ങനെയുള്ള ഡിസിഷൻസിലാണ്? അക്കോർഡിംഗ് ടു ദ പെർഫോമൻസ് അനാലിസിസ് ആണ്. പെർഫോമൻസ് അനാലിസിസ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് 110 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറ, ട്രെയിനിങ് കൊടുക്കണം? 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തത്, ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തത്. പക്ഷേ ഒരു എംപ്ലോയി എന്ത് ചെയ്തു? 110 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. സോ ഇസ് ദർ എനി നീഡ് ഫോർ പ്രൊവൈഡിങ് ട്രെയിനിങ്? വേണ്ട, കൊടുക്കേണ്ട, ആൾക്ക് ട്രെയിനിങ് വേണ്ട. കാരണം ട്രെയിനിങ് ചെയ്യാൻ തന്നെ പുള്ളിയുടെ ടാർഗറ്റിന്റെ അബവിലേക്ക് കയറി. അപ്പൊ നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടത് ആർക്കാ? Those who are below standard, അല്ലെ, ബിലോ ടാർഗറ്റ്. നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നതിന്റെ താഴെ പോയവർക്കാണ് ട്രെയിനിങ് വേണ്ടത്. റൈറ്റ്, ശരിയല്ലേ? ഇങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മതി, അപ്പോഴൊക്കെ മനസ്സിലായിക്കോളും. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും? ആ ട്രെയിനിങ് കൊടുക്കേണ്ടി വരുമ്പോൾ അതിന് വേണ്ട ടൂൾസ്, എക്യുപ്മെന്റ്സ് ഷുഡ് ബി യൂസ്ഡ്. ആ ഒരു ട്രെയിനിങ് മെത്തേഡുകൾക്ക് കറക്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്ത് വേണം? ടൂൾസ് ഓർ എക്യുപ്മെന്റ്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തൊക്കെ എക്യുപ്മെന്റ് ടൂൾ വേണോ അതൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ, യെസ്. അപ്പൊ ഇല്ലേ, നിങ്ങൾ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഏതാ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എക്സ്പെക്ടഡ് ആൻഡ് ആക്ച്വൽ ഔട്ട്പുട്ട് ഡിറ്റർമിൻസ് ദ ലെവൽ ഓഫ് ട്രെയിനിങ് ദാറ്റ് നീഡ്സ് ടു ബി ഇംപാർട്ടഡ് ടു എംപ്ലോയീസ്. ഇംപാർട്ടഡ് എന്ന് പറഞ്ഞാൽ ഗിവൺ, എംപ്ലോയീസിന് കൊടുക്കേണ്ട എന്താ പറയാ ട്രെയിനിങ് എത്രത്തോളം ഉണ്ടെന്ന് തീരുമാനിക്കുന്നത് എന്താണ്? നമ്മൾ പ്രതീക്ഷിക്കുന്നതും എന്നാൽ ആക്ച്വലി നമുക്ക് കിട്ടുന്നതുമായിട്ടുള്ളതിന്റെ റിസൾട്ടിന്റെ ഔട്ട്പുട്ടിന്റെ ആ ഒരു ഡിഫറൻസ് ആണ്. മനസ്സിലായോ? അത് പിന്നെ ഓൾസോ ഹെൽപ്സ് ഇൻ ഡിസൈഡിങ്. ട്രെയിനിങ് എന്തിനെ സഹായിക്കുന്നു? ഹെൽപ്സ് ഇൻ ഡിസൈഡിങ് ട്രെയിനിങ് കണ്ടന്റ്, ടൂൾസ്, എക്യുപ്മെന്റ് ടു ബി യൂസ്ഡ്. ആ ഒരു സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിലെ ലാസ്റ്റ് സെന്റൻസ്. ഇനി കോമ്പൻസേഷൻ മാനേജ്മെന്റ്. എന്താ കോമ്പൻസേഷൻ? ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കോമ്പൻസേഷൻ തീർച്ചയായും കിട്ടണം, അല്ലെ, കൊടുക്കണം. സാലറി അല്ലെങ്കിൽ അതർ ബെനിഫിറ്റ് പാക്കേജസ്, അല്ലെ, പെർക്ക് എക്സ്ട്രാ പെർക്കുകളൊക്കെ, പറയാം, എക്സ്ട്രാ ബെനിഫിറ്റുകളൊക്കെ. അത് ഫിക്സഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാലാവസ്ഥയിലല്ല, സർക്കംസ്റ്റാൻസസിന്. ഇപ്പൊ ചില ഫെസ്റ്റിവൽ സീസൺസിലൊക്കെ വരുമ്പോ ബോണസ് കൊടുക്കുന്നു, സാലറിയുടെ ഇതിന്റെ ചില ഓർഗനൈസേഷനൊക്കെ എത്രയാണോ സാലറി അതിന്റെ പകുതി തന്നെ ബോണസ് കൊടുക്കാറുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഫിക്സഡ് ആയിരിക്കും, അതല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ഇന്ന പ്രോഫിറ്റ് വന്നു, അതുകൊണ്ട് ലാഭം കുറച്ച് കുറവാണ്, അതുകൊണ്ട് നേരത്തെ തന്നത്ര ഇടാൻ പറ്റില്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവ്, അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്. അങ്ങനെയുള്ള റിവാർഡുകൾ എംപ്ലോയീസിന് കൊടുക്കുക. അതാണ് അതിന്റെ ആ ഒരു ഡിസിഷൻ, അതിനെ കുറിച്ചുള്ള തീരുമാനം. അതാണ് ഇത് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ജോബ് അനാലിസിസ് എന്ന് പറയുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ എന്തിനകത്തുണ്ട്? ഇൻ ഡിസൈഡിങ് ദ പേ പാക്കേജസ്, benefits, perks, whether flexible or fixed to the employees. എംപ്ലോയീസിന് കൊടുക്കേണ്ട സ്ഥിരമായ കോമ്പൻസേഷൻ, അതിന് പുറമെയുള്ള മറ്റ് ബെനിഫിറ്റുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫിക്സഡ് ആയിക്കോട്ടെ ഫ്ലെക്സിബിൾ ആയിക്കോട്ടെ, അതിനെ കുറിച്ചുള്ള ഒരു ഡിസിഷൻ, അതാണ് എന്തെന്ന് വിളിക്കുക? കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ഇനി ആ ഒരു കോമ്പൻസേഷൻ എങ്ങനെ കൊടുക്കാം? എല്ലാവർക്കും ഒരുപോലെയാണോ കോമ്പൻസേഷൻ കൊടുക്കണേ? മാനേജർക്ക് കിട്ടുന്ന സാലറി ആണോ ഒരു ഏറ്റവും ബോട്ടം ലെവലിലുള്ള വർക്കർക്ക് കിട്ടുക? ശരിയാണോ? അപ്പൊ എന്താണ് ഈ കോമ്പൻസേഷൻ? ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ജോബ് പൊസിഷൻ, നമ്മുടെ ജോലിയുടെ ആ സ്ഥാനം, ജോബിന്റെ ടൈറ്റില്, നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ ഡ്യൂട്ടീസ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ജോബിന്റെ കോമ്പൻസേഷൻ, അല്ലെ? തീർച്ചയായിട്ടും നമ്മളുടെ ജോലിയുടെ ആ ഒരു പ്രത്യേകത, ഏത് ജോലിയാണ്, ഇതനുസരിച്ച് നമുക്ക് കോമ്പൻസേഷൻ കിട്ടുള്ളൂ. ഞാനും നീയൊക്കെ എല്ലാവരും കാലത്ത് ഇന്ന സമയത്ത് വരുന്നു, ഞാനും നീയൊക്കെ പോകുന്നത് ഇന്ന സമയത്താണ്, ഈ മാനേജറാണ്, ഞാൻ ക്ലർക്കാണ്, എന്തുകൊണ്ട് നമുക്ക് രണ്ടും ഒരേ പോകും. അപ്പൊ ജോബ് പൊസിഷൻ, ജോബ് ടൈറ്റിലും റെസ്പോൺസിബിലിറ്റിയും ഡ്യൂട്ടീസ് ഒക്കെ
ഒരു ജോലിയുടെ കോമ്പൻസേഷൻ നിശ്ചയിക്കുന്ന ഘടകങ്ങൾ കൂടിയാണ് കേട്ടോ. ഇനി പ്രോസസ് HR മാനേജേഴ്സ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു എംപ്ലോയിയുടെ വാല്യൂ. ആ ഒരു ജോലിക്ക് തുടക്കം തന്നെ ഒരു ജോലി ആ ഓരോ എംപ്ലോയീസിന് കൊടുക്കുമ്പോൾ ആ എംപ്ലോയിയുടെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്നൊക്കെ നിശ്ചയിക്കുന്നത് HR മാനേജറാണ്. അതനുസരിച്ചിട്ടാണ് ആ വാല്യൂ മൂല്യം നോക്കിയിട്ടാണ് ആൾക്ക് കോമ്പൻസേഷൻ നിശ്ചയിക്കുക. അപ്പൊ എന്റെ വാല്യൂ ഈ ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് സാലറി നിശ്ചയിക്കുന്നത്. അങ്ങനെ ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസിന്റെ. മനസ്സിലായോ? കോമ്പൻസേഷൻ മാനേജ്മെന്റ് ക്ലിയർ ആയോ നോക്കിയേ? ഒരു സെന്റൻസ് വായിച്ചു നോക്കിയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് അടുത്തേക്ക് പോകുന്നുള്ളൂ. ലാസ്റ്റ് പോയിന്റ് ലാസ്റ്റ് പടത്ത ചാപ്റ്ററും ഇതാണ് കേട്ടോ. വേഗം വായിച്ചു നോക്കിയാ കോമ്പൻസേഷൻ മാനേജ്മെന്റ്. മനസ്സിലായോ നോക്ക്? സൗണ്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? മ്യൂട്ട് കൊടുത്തിട്ടുണ്ടായില്ല. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ നമ്മളുടെ ക്ലാസിന്റെ സൗണ്ടിന്? ഉണ്ടോ? ഇല്ലല്ലോ? ആർക്കും ഇല്ലല്ലോ? മ്യൂട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾ ഇനി എന്തെങ്കിലും ഇടയ്ക്ക് പറയണമെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചത്. അതിലുള്ള സൗണ്ടുകൾ കേൾക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ മിണ്ടല്ല, സൈലന്റ് ആണ്. വെരി ഗുഡ്. ഓക്കെ, ഇനി ലാസ്റ്റത്തേത് നമ്മളുടെ ജോബ് അനാലിസിസിന്റെ പർപ്പസിനകത്ത് അവസാനത്തെ പോയിന്റ്. അപ്പൊ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷന്, പിന്നെ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നത്, പിന്നെ ആ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്ന ബേസിസിൽ അവർക്ക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ട്രെയിനിങ് പ്രൊസീജിയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെ ആ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവർക്ക് ഓരോ ജോബ് ടൈറ്റിലൊക്കെ കൊടുത്ത് ജോലിയൊക്കെ കൊടുത്തതിന് ശേഷം അവരുടെ കോമ്പൻസേഷനെ കുറിച്ചുള്ള മാനേജ്മെന്റ് ഇതും പറഞ്ഞു. അടുത്ത ജോബ് ഡിസൈനിങ് ആൻഡ് റീഡിസൈനിങ് ആണ്. അതെന്താണ്? ജോബ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരാൾക്ക് എന്ത് ജോലി കൊടുക്കാൻ അതിനെ കുറിച്ചുള്ളത്. അത് റീഡിസൈൻ ചെയ്യാന്ന് പറയുന്നത് വീണ്ടും പോസിബിൾ ആവുന്ന രീതിയിൽ അവരുടെ ഔട്ട്പുട്ടിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ജോബ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഹ്യൂമൻ എഫേർട്സ് എങ്ങനെയാണ്, അത് ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണോ, നമ്മൾ ഉദ്ദേശിച്ച ആ രീതിയിലുള്ള ഔട്ട്പുട്ട് ആണോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡിസൈൻ ചെയ്യുക, റീഡിസൈൻ ചെയ്യുക, എൻട്രി ചെയ്യുക, കുറച്ചുകൂടി പരിപോഷിപ്പിക്കുക ജോലി, അതുപോലെ ഇവാലുവേറ്റ് ചെയ്യുക. ചിലതൊക്കെ ജോലി കുറയ്ക്കാം, കൂട്ടുക മാത്രമല്ല കേട്ടോ, കുറയ്ക്കാനും പറ്റും. യുവത്തിന്റെ ജോലി കൂടുതലാണ്, അത് ലോഡ് കൂടുതലാണ്, അപ്പൊ നമ്മളത് കട്ട് ഓഫ് ചെയ്യാം അല്ലെ. അതുപോലെ തന്നെ എക്സ്ട്രാ ഉത്തരവാദിത്തങ്ങളൊക്കെ വേണമെങ്കിൽ അത് കൊടുക്കാം. അതൊക്കെ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ഇതൊക്കെയാണ് റീഡിസൈനിങ് എന്ന് വെച്ചാൽ ഒരു ജോലിനെ കുറിച്ച് ഒരു അവലോകനം നടത്തി, അയ്യോ ഇത് ഇയാൾ ചെയ്യുന്ന ജോലി കൂടുതലാണല്ലോ, അത് വേണമെങ്കിൽ അത് അവിടെ നിന്ന് കുറച്ചിട്ട് ഇത് വേറെ ആൾക്ക് കൊടുക്കുക. ആളുടെ ഉത്തരവാദിത്തം കുറച്ച് കൂടുതലാണ്, ആൾക്ക് കുറച്ച് എഫേർട്ട് കൂടുതൽ എടുക്കുന്നവന്നുണ്ട്, ചിലപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട്, സ്ട്രെസ്, സ്ട്രെയിൻ, ഫ്രസ്ട്രേഷൻ ഒക്കെ എംപ്ലോയിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെ. അതുപോലെ തന്നെ കൂടുതലായിട്ട് കൊടുക്കാം അല്ലെ. അത് എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരാൾക്കും നേർച്ചയുമായിട്ട് എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കണം. നമുക്ക് അത്യാവശ്യമാണ് ഒരു ജോലി പല കാരണങ്ങൾ കൊണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മള്. എങ്ങനെ വന്നാലും ലോഡ് കൂടിയാലും നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്യും. പക്ഷെ അത് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്തായിരിക്കില്ല അല്ലെ. സന്തോഷത്തോടെ അല്ലെ, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്തു തീർക്കണമെങ്കിൽ എന്ത് വേണം? നമുക്കൊന്ന് വേണ്ടേ അല്ലെ. അങ്ങനെയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയാണോ? അതാണ്. അതനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഷുഡ് ബി റീഡിസൈൻ. ജോബിനെ എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ഡിസൈനിങ് ഒക്കെ ചെയ്യുമ്പോൾ റീഡിസൈനിങ് ഒക്കെ ചെയ്ത് വേണമെങ്കിൽ എൻഹാൻസ് ചെയ്യാം. കൊടുക്കുന്ന ജോലി കൂടുതലായി കൊടുക്കാം, വേണമെങ്കിൽ കുറയ്ക്കാം, whatever it may be, and the final result should be employee satisfaction. എന്തിന്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ട്, ഒരു എന്താ പറയാ ഫലം എന്നുള്ളത് എന്തായിരിക്കണം? എംപ്ലോയിയുടെ സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെയാണ് ജോബ് ഡിസൈനിങ് ആൻഡ് റീഡിസൈനിങ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതിന്റെ മുന്നത്തേൽ നമ്മൾ അണ്ടർലൈൻ ചെയ്തില്ല. ഇത് അണ്ടർലൈൻ ചെയ്യാം. നാലാമത്തെ പോയിന്റില് കോമ്പൻസേഷൻ മാനേജ്മെന്റില് ജോബ് അനാലിസിസ് പ്ലേസ് എ സിഗ്നിഫിക്കന്റ് വാല്യൂ ഇൻ ഡിസൈഡിംഗ് ദ പേ പാക്കേജസ്, എക്സ്ട്രാ പെർക്സ് ആൻഡ് ബെനിഫിറ്റ്സ്, ഫിക്സഡ് ആൻഡ് ഫ്ലെക്സിബിൾ എംപ്ലോയി റിവാർഡ്സ്. അത് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ദ പേ പാക്കേജ് ഡിപ്പെൻഡ്സ് അപ്പോൺ, എന്തിലാണ് പേ പാക്കേജുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്തിലാ? ജോബ് പൊസിഷൻ, ജോബ് ടൈറ്റിൽ, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ എ ജോബ്. ആ രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ?
കോമ്പൻസേഷൻ മാനേജ്മെന്റിൽ 2 സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ആഫ്റ്റർ ഓൾ എന്നുള്ളത് വേണ്ട. ആഫ്റ്റർ ഓൾ ദ പേ പാക്കേജ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്ന് പറയില്ല, ഇത് ആഫ്റ്റർ ഓൾ മാറ്റി നിർത്തിയിട്ട് ദ പേ പാക്കേജസ് മതി. അടുത്തത് ജോബ് ഡിസൈനിങ് ആൻഡ് റീഡിസൈനിങ് എന്നുള്ളതിനകത്ത് job designing and redesigning helps in designing and redesigning, enriching, evaluating, also cutting back and adding extra responsibilities in a particular job. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? It is done to enhance employee satisfaction while increasing human output. Human output വർദ്ധിപ്പിച്ച് employee satisfaction improve ചെയ്യാനാണ് ജോബ് ഡിസൈനിങ്ങും റീഡിസൈനിങ്ങും ചെയ്യുക. ഈ ദിസ് ഈസ് ഡൺ എന്നുള്ളതിന് പകരം അവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ജോബ് ഡിസൈനിങ് ആൻഡ് റീഡിസൈനിങ് ആണ്. അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ നോക്ക്? 5 പർപ്പസുകളാണ് നമ്മളിപ്പോ പറഞ്ഞത് ജോബ് അനാലിസിസിന്റെ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ളത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ്, അതിന്റെ മീനിങ്, അതിന്റെ കോൺസെപ്റ്റുകൾ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതകൾ, അതുപോലെ തന്നെ ഫങ്ഷൻസ്, പിന്നെ പേഴ്സണൽ മാനേജ്മെന്റും HRM-ഉം തമ്മിലുള്ള വ്യത്യാസം, പിന്നെ അതിന്റെ ഫങ്ഷൻസ്, HRM-ന്റെ ഫങ്ഷൻസ് നമ്മൾ കണ്ടു. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, പിന്നെ ഇമ്പാക്ട്, HRM-ന്റെ ഇമ്പാക്ട് ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസിൽ ഹ്യൂമൻ റിസോഴ്സുകളുടെ എന്താ പറയാ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ HR മാനേജറുടെ ഡ്യൂട്ടി, ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടി, പിന്നെ ജോബ് ഡിസൈൻ എന്താണ്, ജോബ് അനാലിസിസ് എന്താണ്, ആ ജോബ് അനാലിസിസിൽ വരുന്ന 2 എണ്ണം, ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഇത്. ഇതിനകത്ത് എല്ലാത്തിന്റെയും ഒരു എന്താ പറയാ നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നതിന്റെ ഒക്കെ ഒരു ഇതാണ് ഇതിനകത്ത് ഒരു സമ്മറി പോലെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചത്. ക്ലിയർ ആയോ? മനസ്സിലായോ? അടയാളപ്പെടുത്തിയല്ലോ സെന്റൻസുകള്? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. യെസ്, ചാപ്റ്റർ 6 ആണ് അടുത്തത് എനിക്ക് എടുക്കാനുള്ള ചാപ്റ്റർ. ഇതാണ് ചാപ്റ്റർ 6, ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്, ഡിസിപ്ലിൻ, എംപ്ലോയി സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഇതാണ് ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ. ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീവിയൻസ് കേട്ടിട്ടുണ്ടോ? സാധാരണ ഗ്രീവിയൻസ് എന്ന് പറഞ്ഞൊരു വേർഡ് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? മനസ്സിൽ നമുക്കൊരു ചെറുപ്പഴൊക്കെ തോന്നുന്ന ഒരു വികാരമാണ് ഗ്രീവിയൻസ്. ഡിസ്സാറ്റിസ്ഫാക്ഷൻ, ഡിസ്കണ്ടന്റ്മെന്റ് എന്നാണ്. ഡിസ്കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു തൃപ്തിക്കുറവ്. ഡിസ്സാറ്റിസ്ഫാക്ഷൻ എന്താ? ഒരു സംതൃപ്തി, അസംതൃപ്തി, എന്തെങ്കിലും കാര്യത്തോട് നമുക്കുണ്ടാകുന്ന ഒരു അതൃപ്തി, അല്ലെ? ഒരു തൃപ്തിക്കുറവ്, അതിന്റെയാണ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഗ്രീവിയൻസ് എന്നൊക്കെ പറയാം. ഈ ഗ്രീവിയൻസ് നമ്മളുടെ എന്താ പറയാ ഓർഗനൈസേഷനിൽ വരുമ്പോൾ എന്തായി? ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഗ്രീവിയൻസ് ആണ്. എന്തിനെ സംബന്ധിക്കുന്നതാണ്? എന്തായിരിക്കും? ഒരു ജോലി സ്ഥലത്ത് എംപ്ലോയീസിന് എന്തിനെ കുറിച്ചുള്ള തൃപ്തി കുറവുണ്ടാവുക എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ. ഉറങ്ങാണോ എല്ലാവരും? ഉറങ്ങാണോ? അല്ല. വെരി ഗുഡ് കൃഷ്ണ. സാലറിയെ സംബന്ധിച്ച് തൃപ്തി കുറവുണ്ടാകുന്നു. ഓക്കെ, പിന്നെ അതിനെ കുറിച്ച് മാത്രമുള്ള നമുക്ക് തൃപ്തി കുറവ്, വർക്ക് ലോഡ് അല്ലെ? അതിനെ കുറിച്ച് അല്ലെ? ജോലി ഭയങ്കര കൂടുതല്, ഒരുപാട് ജോലി, അത് ഇത് ചെയ്യാതെ. പിന്നെ യെസ്, ടൈം തന്നെയാണ്. ചില ആൾക്കാർ ചില ഓർഗനൈസേഷൻ 8 മണിക്ക് വരണം, 6 മണിക്ക് പോകുന്നു. കണ്ടോ? ഒരു ഇത്ര മണിക്കൂർ മനുഷ്യന്മാര് എത്ര മണിക്കൂറാണ് ജോലി ചെയ്യാനത് നോക്കും. ഓക്കെ, അത് ടൈമിനെ സംബന്ധിച്ച് തൃപ്തി കുറവുണ്ടാകും. പിന്നെ ജോബിന്റെ സ്റ്റാറ്റസിനെ സംബന്ധിച്ചിട്ട് ഞാൻ ഇത്രയൊക്കെ ഇതാണ്, പക്ഷെ എനിക്ക് ആ ഒരു ജോലിയല്ല, എന്റെ ഒരു സ്റ്റേറ്റസ് അല്ലെങ്കിൽ എന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലിയല്ല കിട്ടുന്നത്. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ആളുകൾക്ക് തൃപ്തി കുറവുണ്ടായിരിക്കും.
അല്ലെ. പിന്നെ പലതരത്തിലുള്ള കംപ്ലൈന്റുകൾ അല്ലെ. എന്താ പറയാ, അവർക്ക് ജോലി ചെയ്യുന്ന സിറ്റുവേഷൻസിലേക്ക് നമുക്ക് പേഴ്സണൽ ആയിട്ട് വേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു വാഷ്റൂം, ഒരു ഉച്ചയ്ക്കൊക്കെ ലഞ്ചൊക്കെ കഴിയുമ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകണം, അതിനുള്ള സൗകര്യമില്ലായ്മ, അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ്, ചൂട് അത്രയുണ്ടെങ്കിലും ഫാൻ ഇല്ല, അല്ലെങ്കിൽ ലൈറ്റ് ഇല്ല, വെളിച്ചില്ല അല്ലെ. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളില് പരാതികളും പരിഭവങ്ങളും അതൃപ്തിയും തൃപ്തിക്കുറവും ഒക്കെ ആർക്കുണ്ടാകും? എംപ്ലോയീസ് ഉണ്ടാകും. ഇതിനെല്ലാത്തിനും കൂടി പറയുന്ന പേരാണ് ഗ്രീവിയൻസ്. അപ്പൊ എന്ത് ചെയ്യണം? പരാതികൾ ഉണ്ടായാൽ എന്താ ചെയ്യാം? നമ്മുടെ വീടുകളിൽ നമുക്ക് ഉണ്ടാവുമല്ലോ പരാതി. നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ തലപ്പത്തിരിക്കുന്ന ആളെ നമ്മൾ അറിയിക്കരുത്, എനിക്ക് ഇന്ന കാര്യത്തിൽ പരാതി ഉണ്ട്. അപ്പൊ ആ പരാതികൾ എന്ത് ചെയ്യണം? അതെ, വെരി ഗുഡ്, ഹാൻഡിൽ ചെയ്യണം. ആ പരാതിക്ക് ഒരു പോംവഴി കണ്ടെത്തണം, ഒരു നല്ല സൊല്യൂഷൻ കണ്ടെത്തണം അല്ലെ. ഒരു സൊല്യൂഷൻ കണ്ടെത്തി പരാതികളെ ഇല്ലാതാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് അതൊരു വെൽ ഓർഗനൈസേഷൻ ആയി തീരുക അല്ലെ. ഒരു നല്ല ഓർഗനൈസേഷൻ ആയി തീരുക. അപ്പൊ അങ്ങനെ വേണം. അത് തന്നെയാണ് ഇത്. ഇപ്പൊ നമുക്ക് പഠിക്കാനൊന്നും കഴിഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാലോ എന്നാണ്. സത്യം തന്നെയാണ്. ഗ്രീവിയൻസ് ഹാൻഡിൽ ചെയ്യാതെ, ഗ്രീവിയൻസുകളെ നല്ല രീതിയിൽ സോൾവ് ചെയ്യാതെ മാനേജ്മെന്റ് സിസ്റ്റം വിൽ ഫെയിൽ. എന്ത് ചെയ്യും? ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് സിസ്റ്റം ആകെപ്പാടെ തകിടം പറയും. അപ്പൊ കൃത്യമായ രീതിയിലുള്ള കംപ്ലൈന്റുകളൊക്കെ ആർക്കെങ്കിലും ഒക്കെ എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് അറിഞ്ഞോ അറിയാതെയോ വേണ്ടുന്നതിനോ വേണ്ടാത്തതിനോ എന്തൊക്കെയാണോ അവരുടെ അതൃപ്തി, അവരുടെ ഡിസ്കൺടെന്റ്മെന്റ് എന്തൊക്കെയാണോ ഷുഡ് ബി നോൺ. അതെങ്ങനെയാണ് എന്താണെന്ന് അവരിന്ന് മനസ്സിലാക്കുക. ആൻഡ് വെദർ ക്യാൻ ബി സോൾവ്, അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ എംപ്ലോയീസിന്റെ കംപ്ലൈന്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഇല്ലാതാക്കുക. ചിലപ്പോ തൃപ്തി കുറവാനത് ഇൻജസ്റ്റിസ്, അനീതി. ചില ആൾക്കാരോട് ഒരു രീതിയിൽ പെരുമാറുന്നു മാനേജ്മെന്റ്, ചില ആൾക്കാരോട് വേറെ രീതിയിൽ. അപ്പൊ നോക്കിയേ, ഡിസ്ക്രിമിനേഷൻ കണ്ട, വിവേചനം. അവർക്ക് തോന്നും, എംപ്ലോയീസിന് തോന്നും, അവരൊന്നും അങ്ങനെ ചെയ്തപ്പോ അവരോട് അങ്ങനെ പറഞ്ഞില്ലല്ലോ, ചെയ്തില്ലല്ലോ അല്ലെ. ലീവ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ഒക്കെ ചില വേറിട്ട രീതിയിലുള്ള സമീപന രീതികൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ട് ചില ഓർഗനൈസേഷൻസിൽ. എല്ലായിടത്തുമല്ല, ഞാൻ ഒരിക്കലും പറയുന്നില്ല എല്ലായിടത്തും അല്ല. ചില ഓർഗനൈസേഷൻസിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില എംപ്ലോയീസിനോട് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻ, ചിലപ്പോൾ അവരോട് ഇച്ചിരി താല്പര്യം കൂടുതൽ, മറ്റുള്ളവര് അവരറിയണ്ട ഇവരറിയണ്ട. പക്ഷെ എങ്ങനെയായാലും ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ആരും മറിച്ചൊക്കെ എന്തെങ്കിലും നടന്നാലും അതൊക്കെ എങ്ങനെയെങ്കിലും അത് ആളുകളുടെ ചെവികളിൽ എത്തും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻജസ്റ്റിസ്, ഡിസ്ക്രിമിനേഷൻ, ഇത് മേ ഗിവ് എ ഫീലിംഗ് ഓഫ് ഡിസ്കണ്ടെന്റ്മെന്റ്. അങ്ങനെയൊക്കെ വരുമ്പോ എംപ്ലോയീസിന്റെ മനസ്സിൽ ഒരു തരം തോന്നലുണ്ടാകും, അതൃപ്തി അല്ലെ, സംതൃപ്തി കുറവ്. ഇത് എന്താകും? വളർന്ന് അങ്ങനെ ഒരു വലിയ ഫോം ആകും. അതിനെയാണ് നമ്മള് ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. അതാണ് പരാതികളുടെ കൂട്ടം. എന്ത്? ഗ്രീവിയൻസ്. അതങ്ങനെ കിടന്ന് അത് വളരാൻ അനുവദിക്കരുത്. നേരം എന്ത് ചെയ്യണം? ഇത് തളർത്തണം. എങ്ങനെ? സോൾവ് ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പൊ ദിസ് ഈസ് ആൻ എസെൻഷ്യൽ. ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നല്ല രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഓർഗനൈസേഷൻ ഷുഡ് ഗിവ് ഡ്യൂ കൺസിഡറേഷൻ. ശരിയായ രീതിയിൽ കരുതൽ കൊടുക്കണം ഗ്രീവിയൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആ മാനേജർ അതിനെ ഡീൽ ചെയ്യും. Grievance handling is the procedure in which the manager has to deal with the grievance during the service. ആ ഒരു എംപ്ലോയിയുടെ സർവീസ് കാലഘട്ടത്തില് ആൾക്കുണ്ടാകുന്ന പരാതികളെ മാനേജർ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക, കൺസിഡർ ചെയ്യുക. കണ്ടില്ല എന്ന് നടിച്ചിട്ട് കാര്യമില്ല. അത് പിന്നീട് പല പ്രശ്നങ്ങളിലേക്കും കൊണ്ടെത്തിക്കും. അപ്പൊ ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മേക്സ് ഇറ്റ് പോസിബിൾ. എന്ത് സാധ്യമാകും? ടു റെസ്പെക്റ്റീവ് എന്താ പറയാ പ്രോബ്ലംസ് ഓഫ് ദ എംപ്ലോയീസിന് പിന്നീട് എന്തൊക്കെ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് അതൊക്കെ കണ്ടെത്താനും മനസ്സിലാക്കാനും ഒക്കെ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് സഹായിക്കും. എന്നുവെച്ചാൽ ഇപ്പൊ നമ്മൾ പ്രോബ്ലംസ് വരും. എന്തായാലും നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ പല വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ തമ്മിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അവർക്ക് പരാതികൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എന്താണെന്ന് മനസ്സിലായിട്ട് കറക്റ്റ് ആയിട്ട് അത് മാനേജർ ഹാൻഡിൽ ചെയ്യും. വിത്തൗട്ട് ഗ്രീവിയൻസ് മാനേജ്മെന്റ് പറയുകയാണെ, മാനേജ്മെന്റ് ശരിയായ രീതിയിൽ ഗ്രീവിയൻസിന്റെ പേരിൽ എടുത്തില്ല എങ്കിൽ എന്തുവരും? മാനേജ്മെന്റ് ഹാവ് ടു ഡീൽ വിത്ത് എംപ്ലോയീസ് പ്രോബ്ലംസ്. അപ്പൊ ഈ എംപ്ലോയീസ് എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, അതുപോലെ തന്നെ അവർ അതിനനുസരിച്ച് പ്രതികരിക്കും, അതിനെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ ഗ്രീവിയൻസ് ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. അപ്പൊ ഈ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഓർഗനൈസേഷണൽ റിലേഷൻഷിപ്സ് ടു വർക്ക് ഇഫക്റ്റീവ്ലി. അതായത് ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എല്ലാവരും തമ്മിൽ പരസ്പരം നല്ല രീതിയിൽ
നല്ല ഇഫക്റ്റീവ് ആയിട്ട് ജോലി ചെയ്ത് ഒരുമിച്ച് എന്താ പറയാ ജോലി ചെയ്ത് പോകാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒന്നാണ് ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്, ഗ്രീവിയൻസ് മാനേജ്മെന്റ്, അതുപോലെ എംപ്ലോയീസിന്റെ ഡിസിപ്ലിൻ, എംപ്ലോയീസിന്റെ ഹെൽത്തിനുള്ള സേഫ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ആ ആദ്യത്തെ ഒരു പാരഗ്രാഫ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ, വേഗം വായിച്ചു നോക്കുക. അതിനുശേഷം കുറച്ച് ആളുകള് നമുക്ക് എന്താ പറയാ ഗ്രീവിയൻസ് എന്നതിനെ കുറിച്ചിട്ട് അവരവരുടേതായ രീതിയിൽ കുറച്ച് ഡെഫിനിഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡെഫിനിഷൻസ് ബൈ കീത്ത് ഡേവിസ്, പ്രൊഫസർ ജൂസിയസ്, പിന്നെ ഡേൽ യോധർ, പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഒരു കോമൺ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 3 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡെഫിനിഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നതിന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഗ്രീവിയൻസ് ഒന്ന് വായിച്ചു നോക്കാം. പാരഗ്രാഫ് വായിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും സെന്റൻസിന്റെ മീനിങ് മനസ്സിലാവാത്തതെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. വായിച്ചു നോക്കാം. കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയണേ. ഞാൻ പറയുന്ന സെന്റൻസ് പാരഗ്രാഫിൽ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയത്. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഗ്രീവിയൻസ് ക്യാൻ ബി റെഫേർഡ് ടു ആസ് എ ഫീലിംഗ് ഓഫ് ഡിസ്കണ്ടന്റ്മെന്റ് ആൻഡ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ that an employee has regarding his employment. തന്റെ തൊഴിലിൽ ഒരു എംപ്ലോയിക്ക് ഉണ്ടാകാവുന്ന ഒരു ഡിസ്കണ്ടന്റ്മെന്റ്, ഡിസ്സാറ്റിസ്ഫാക്ഷൻ, അതൃപ്തി, തൃപ്തിയില്ലായ്മ, ആ ഒരു ഫീലിംഗ്, അതിനെയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അതൃപ്തി, അതാണ് കുഞ്ഞു സെന്റൻസ് പറഞ്ഞാൽ പറയാനുള്ളൂ. മനസ്സിലായില്ലേ? മനസ്സിലായോ? ഓക്കെ, ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു. ഇനി അടുത്തത്, എപ്പോഴാണ് അങ്ങനെ ഒരു പരാതി, പരിഭവം, അങ്ങനെയുള്ള ഒരു വിഷമം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് മനുഷ്യന്മാർക്ക് ഉണ്ടാകുക എന്ന് വെച്ചാൽ അയാൾക്ക് എന്തെങ്കിലും പരാതി, താൻ അവഗണിക്കപ്പെടുന്നു, തന്നോട് അനീതി കാണിക്കുന്നു, തന്നോട് വിവേചനം കാണിക്കുന്നു, അങ്ങനെയുള്ള ഒരു ഫീലിംഗ് വരുമ്പോഴാണ് അല്ലെ. അതാണ് അടുത്ത സെന്റൻസ്. എംപ്ലോയി ഹാസ് എ കംപ്ലൈന്റ് ആൻഡ് ഈസ് നെഗ്ലക്റ്റഡ്. എന്തെങ്കിലും ഒരു പരാതി ഉണ്ടായി പക്ഷെ അതാരും പരിഗണിക്കുന്നില്ല. Then അപ്പൊ എന്തുണ്ടാകും? feeling of injustice and discrimination arises in an employee. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു, അത് അവര് പരിഗണിക്കുന്നില്ല. അപ്പൊ എനിക്ക് എന്ത് തോന്നും? എന്നോട് അവരന്ന് അങ്ങനെ ചെയ്തപ്പോ അവരോടത് അതിനുള്ള സൊല്യൂഷൻ കൊടുത്തല്ലോ, അവർക്ക് അതിനുള്ള റിപ്ലൈ വന്നു, അല്ലെങ്കിൽ അവരോട് അങ്ങനെ ചെയ്തു, ഞാൻ പറഞ്ഞപ്പോ പക്ഷെ അത് അവർ പരിഗണിക്കുന്നില്ല, അത് നീതിയായിട്ട് എനിക്ക് തോന്നുന്നു, അല്ലേ? അതൊക്കെ ഡിസ്ക്രിമിനേഷന്റെ ഭാഗമാണ്. ഇനി grievance management എന്ന് തുടങ്ങുന്ന സെന്റൻസ്. grievance management is a procedure through which the manager deals with the grievances of his employees during his service. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവസാനത്തെ സെന്റൻസ് ആണ് thus ഒന്നും വേണ്ട. Grievance management plays an important role in making organizational working relationship effective. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം.
ഓക്കെ അല്ലേ? എത്ര സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു ആ ഒരു പാരഗ്രാഫിൽ? 4 അല്ലേ? 4 4 3 4 4 സെന്റൻസ് ഞാൻ പറഞ്ഞു. ഒന്ന് ആദ്യത്തെ സെന്റൻസ്, പിന്നെ അതിന്റെ തൊട്ടടുത്ത സെന്റൻസും an employee has a complaint എന്ന് പറയുന്ന സെന്റൻസ്, പിന്നെ ഗ്രീവിയൻസ് മാനേജ്മെന്റ് ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന സെന്റൻസ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് സെന്റൻസ് ദസ് ഗ്രീവിയൻസ് എന്നുള്ളത് ദസ് പറഞ്ഞിട്ടുള്ള സെന്റൻസ്. എളുപ്പമല്ലേ ഇത്? ഗ്രീവിയൻസ് ഒക്കെ ഇനി ഇത് എളുപ്പമുള്ള ചാപ്റ്ററാ. ഇൻട്രൊഡക്ഷൻ ഒക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞു. ഹ്യൂമൻ റിസോഴ്സ്, എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ തന്നെ പഠിക്കണേ. അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം വരിക. അപ്പൊ ഇപ്പൊ നമ്മൾ ലാസ്റ്റത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത് അവരുടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ മാനേജ് ചെയ്യുന്ന കാര്യം. അപ്പൊ ഒരാളുടെ ഡെഫിനിഷൻ നമുക്ക് പറയാം, അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്താം. അക്കോർഡിംഗ് ടു കീത്ത് ഡേവിസ്. ഇനി ഈ ഗ്രീവിയൻസിനെ ഓരോരുത്തരും അവരവരുടേതായ ഐഡിയക്ക് ഓരോ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. കീത്ത് ഡേവിസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഗ്രീവിയൻസ് ഈസ് എനി റിയൽ ഓർ ഇമാജിൻഡ് ഫീലിംഗ് എന്ന്. കണ്ടോ? അത് വേറൊരു രീതിയാണ് കേട്ടോ. അതായത് ചിലപ്പോ ഇങ്ങനെ നമുക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഒക്കെ തോന്നുന്നു പറഞ്ഞല്ലോ, ഒരു തോന്നലാണ്. നമുക്ക് തൃപ്തിക്കുറവ് തോന്നും, അല്ലെങ്കിൽ നമ്മളോട് അത് എന്താ പറയാ അനീതി കാണിച്ചോ, നമ്മളോട് അത് ഒരു വിവേചനം കാണിച്ചോ എന്ന് നമുക്ക് തോന്നും. ചിലപ്പോ ആ തോന്നലുണ്ടല്ല, ചിലപ്പോ അത് വെറുതെ ആയിരിക്കാം, നമ്മളുടെ തോന്നൽ മാത്രമായിരിക്കാം. അത് റിയൽ ആവണമെന്ന് നിർബന്ധമില്ലാന്ന്. റിയൽ ആകാം, അല്ലെങ്കിൽ ഇമാജിനറി. ഞാൻ വെറുതെ തീരുമാനിച്ച് ആലോചിച്ച് കൂട്ടിയതാ. അവരോടും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തേ, എന്റെ തോന്നല് അവരോട് നല്ല രീതിയിൽ അതിന് റെസ്പോണ്ട് ചെയ്തു, എന്നോട് വന്നപ്പോ ഈ രീതിയിൽ മോശമായി റെസ്പോണ്ട് ചെയ്തു. അത് തോന്നലാണ്. അത് ചിലപ്പോ തോന്നലാകാം, ഇമാജിനറി ആകാം, റിയൽ ആകാം എന്നാ പറഞ്ഞത് കേട്ടോ. എല്ലാം ശരിയാവണം നിർബന്ധമൊന്നുമില്ല. പരാതികള് എംപ്ലോയീസ് പറയുമ്പോൾ എല്ലാ പരാതികളും ചിലപ്പോ അത് കറക്റ്റ് ആവുമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അവരുടെ തോന്നലായിരിക്കും. ഇമാജിൻ ദ ഫീലിംഗ് ഓഫ് പേഴ്സണൽ ഇൻജസ്റ്റിസ്, വ്യക്തിപരമായ അനീതി എന്ന തോന്നല്, which an employee has concerning his employment relationship. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആ ഒരു ബന്ധത്തില് ആൾക്ക് തന്നോട് ഉള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അനീതി കാണിച്ചു എന്നുള്ള ഒരു ഫീലിംഗ് അത് ചിലപ്പോ കാണിച്ചിട്ടുണ്ടാകാം, ചിലപ്പോ വേറും അദ്ദേഹത്തിന്റെ തോന്നൽ മാത്രമായിരിക്കാം. അതിനെയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് പറയുന്നു എന്നാണ് ആര് പറയുന്നത്? കീത്ത് ഡേവിസ് പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ്. ഓക്കെ, ഒന്നാമത്തെ ഡെഫിനിഷൻ അണ്ടർലൈൻ ചെയ്തിട്ട് ആ 4 ഡെഫിനിഷനും ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് ഇത് ഡിഫൈൻ ചെയ്തേക്കണേ? ഇതിന്റെ ഡെഫിനിഷൻ ആരുടെയായിരുന്നു? അപ്പൊ കീത്ത് ഡേവിസിന്റെ ആണ്. എന്ത്? റിയൽ ഓർ ഇമാജിനറി ഫീലിംഗ് ഓഫ് പേഴ്സണൽ ഇൻജസ്റ്റിസ്. റിയൽ ഓർ ഇമാജിനറി, ആ വേർഡുകൾ നിങ്ങൾ മാച്ച് ചെയ്ത് പഠിക്കുക. ഏത് ഡെഫിനിഷന് ഏത് വേർഡാ നമ്മൾ മാച്ച് ചെയ്യിപ്പിക്കേണ്ടതെന്ന് നോക്കി പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആളുടെ പേര് ഓർക്കാൻ പറ്റും, അത് എന്ത് കണക്റ്റഡ് ആയിട്ടാണെന്നും നോക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു ഡെഫിനിഷൻ അണ്ടർലൈൻ ചെയ്തേക്കാട്ടോ. ഓക്കെ, ഞാൻ എത്ര എടുക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ചാപ്റ്റർ തുടങ്ങി വെക്കണമെന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്തായാലും ഒരു അവർ കിട്ടിയതാണ്, മറ്റേത് തീർക്കാനും അടുത്ത ചാപ്റ്റർ നമ്മൾ ഇന്നതാണ്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ആകെ 6 ചാപ്റ്റർ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. 6 ചാപ്റ്ററും ഇതും എടുത്തോണ്ടിരിക്കാൻ പോകണം. അതായത് നമ്മൾ തുടങ്ങിയ ചാപ്റ്റർ കുറച്ച് ലെങ്തി തന്നെയാണ്, കുറച്ചധികം ഗ്രീവിയൻസ് ഹാൻഡിലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. നന്നായി ഇവിടെ വരെ വായിച്ചു നോക്കിയിട്ട് വരാം. മറ്റേതിന്റെ അവസാന ഭാഗവും ഇന്ന് എടുത്ത ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗവും. ഓക്കെ, അയക്കാലോ അല്ലേ? ഓക്കെ ആണല്ലോ എല്ലാവരും? യെസ്, ഓക്കെ, നന്നായി വായിച്ചിട്ട് വരാം. സോ സീ യു, അടുത്ത ദിവസം കാണാം.